ഹായ്, ഇന്ന് എരിശ്ശേരി വെച്ചാലോ? മത്തങ്ങ എരിശ്ശേരിയാണേ. അതിന് പയർ ശകലം എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി ഒരു 5 വിസിലോളം കേൾപ്പിച്ചെടുക്കാം. ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. പയറൊരു പകുതി വേവാകുമ്പോൾ അതിനകത്തോട്ട് അരിഞ്ഞ മത്തങ്ങയും ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് ഒരു വിസിലൂടെ കേൾപ്പിച്ചെടുക്കാം. ഒരു മുറി തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ശകലം തേങ്ങയിൽ വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് അതൊന്ന് ചതച്ചെടുക്കണം, അരയ്ക്കരുത്. അത് ചതച്ചെടുത്ത് കഴിഞ്ഞ് ഈ നല്ല വെന്ത് വന്നില്ലേ മത്തങ്ങയും പയറും, അത് നല്ലപോലെ ഉടച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഈ അരപ്പൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം. നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാവേ. കുരുമുളക് പൊടി നല്ല ഇട്ട് കൊടുത്താൽ വേറെ നല്ലൊരു ടേസ്റ്റാണ് അതിന്. എന്നിട്ട് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് വേറൊരു ചീനിച്ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക്, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങ, മുഴുവൻ കുരുമുളക് കൂടി ഇട്ട് നല്ല തീയലിനൊക്കെ വറുത്ത് കോരി നല്ല തിളയ്ക്കുന്ന എരിശ്ശേരിക്കകത്തോട്ട് ഈ കളറാവുമ്പം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്താൽ എരിശ്ശേരി റെഡി.